ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ക്രെറ്റയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എസ് ഓപ്ഷണൽ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 2026 വന്നപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, എത്രയാണ് 2026 അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ക്രെറ്റ എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ എസ് ഓപ്ഷണൽ വേരിയന്റ് ആണ്. കാരണം ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റ് ആണിത്. ഇപ്പോൾ റീസെന്റ് നമ്മളുടെ കിയ സെൽറ്റോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിയ സെൽറ്റോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും ക്രെറ്റയുടെ സെയിൽസിൽ കുറവോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ ഈ വേരിയന്റ് ക്രെറ്റ ഇറങ്ങിയ സമയം തൊട്ടേ ക്രെറ്റയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് തന്നെയാണ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഈ ബ്ലാക്ക് കളർ അന്യായ റോഡ് പ്രസൻസ് ആണ്. ഇപ്പോൾ ഈ എസ് ഓപ്ഷണൽ വേരിയന്റിൽ ഓട്ടോമാറ്റിക്കൽ നൈറ്റ് എഡിഷൻ വരുന്നില്ല, മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നൈറ്റ് എഡിഷൻ വേണമെങ്കിൽ എസ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് എടുത്തിട്ട് അത് എക്സ്റ്റീരിയർ നൈറ്റ് എഡിഷനിലേക്ക് ഷോറൂമിൽ നിന്ന് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ലുക്കിലേക്ക് ഈ വാഹനം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 സ്ലോട്ടായിട്ട് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ DRL കാണാം. അതിനോട് ചേർന്ന് താഴെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണക്റ്റഡ് DRL സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും എസ് ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ്. ഹ്യുണ്ടായുടെ വലിയ ലോഗോ. ഈ നമ്മുടെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഒരു ബ്രഷ്ഡ് അല്ലെങ്കിൽ ഒരു ഗൺ മെറ്റൽ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 190 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകൾ ടോപ്പ് എൻഡിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് ഈ വാഹനത്തിന്റെ വശങ്ങളിൽ നിന്നുള്ള ലുക്കാണ്. കാരണം ഇതിൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലുള്ള, അതും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 17 ഇഞ്ച് വീൽസ് ആണ്. 215 60 R17 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിലൊക്കെ വന്നിരുന്ന സെയിം അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇതിപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. താഴെ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ഈ എസ് ഓപ്ഷണൽ വേരിയന്റിൽ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്, കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് ഒരു സിൽവർ ഫിനിഷിൽ റൂഫ് റെയിൽസ് കാണാം. പനോറമിക് സൺറൂഫ് ഈ വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് EX വേരിയന്റ് തൊട്ടേ നമുക്ക് പനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ്. വശങ്ങളിൽ നോക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഫിനിഷും കൂടി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ ഈ വാഹനം ഇറക്കാനായിട്ട് പറ്റും. ആദ്യം പറഞ്ഞ പോലെ എസ് ഓപ്ഷൻ വേരിയന്റ് നിങ്ങൾക്ക് എക്സ്റ്റീരിയർ നൈറ്റ് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ പറഞ്ഞ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ എസ് ഓപ്ഷൻ വേരിയന്റ് തൊട്ടിട്ടാണ്. ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. സ്പോയിലർ ബിൽറ്റ് ഇൻ സ്പോയിലറാണ് ഇതിനകത്ത് വരുന്നത്. അതിനിടയ്ക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ്. ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഈ വശങ്ങളിലെല്ലാം നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം. ഈ വേരിയന്റിൽ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രെറ്റയുടെ ഏത് വേരിയന്റ് ആണെന്ന ബാഡ്ജിങ് കാര്യങ്ങളൊന്നും നമുക്ക് പുറകുവശത്ത് കാണാനില്ല. ജസ്റ്റ് ക്രെറ്റയുടെ ബാഡ്ജിങ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ കാണാം. ഒരു പാഴ്സൽ ട്രേ ഇതിനകത്ത് വരുന്നുണ്ട്. ബൂട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രെറ്റയിൽ നമുക്ക് സ്പെയർ വീല് സെയിം 15 ഇഞ്ച് വീൽസ് 16 ഇഞ്ച് ബേസ് വേരിയന്റിൽ വരുന്ന 205 65 16 അതാണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു 433 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിൽ വരുന്നത്. ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. 2 പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. ഇന്റീരിയർ എല്ലാ ക്രെറ്റയുടെയും ഇന്റീരിയർ സിമിലർ ആയിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാനായിട്ട് പറ്റും. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തിട്ടില്ല. അത് ഈ ഒരു വേരിയന്റിൽ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മളുടെ ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാബ്രിക് സീറ്റുകളാണ്. വശങ്ങളിൽ ഒരു ഡാർക്ക് ഗ്രേ ഫിനിഷും അകത്തൊരു വൈറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC വെന്റ്സിനകത്തെല്ലാം ഒരു ക്രോം ടച്ച് കൊടുത്തിട്ട്
ഒരു പ്രീമിയം ലുക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ക്രെട്ട എസ് ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റ് ആണ് നമ്മുടെ എസ് ഓപ്ഷൻ വേരിയന്റ്. അത് നമുക്ക് ഇന്റീരിയറിന് ഫീൽ ചെയ്യും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ടോപ്പ് എൻഡിലേക്ക് കാണുന്ന സെയിം 4-spoke സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇവിടെ എല്ലാം നമുക്ക് സിൽവർ ടച്ച് കാണാം. ലെതർ റാപ്പിംഗ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഇടതുവശമായിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മളുടെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ക്രൂസ് കൺട്രോൾ ഡീസൽ വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്റർ, RPM മീറ്റർ, മണിലോ ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. TPMS, ആവറേജ് ഫ്യൂല്, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ ഈ വെഹിക്കിൾ റിലേറ്റഡ് എല്ലാ ഇൻഫർമേഷനും ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റിൽ വരുന്നുണ്ട്. അത് ഫുള്ളി സ്ക്രീൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഫുള്ളി ഡിജിറ്റലായിട്ട് മറ്റേ ഹ്യുണ്ടായി വാഹനങ്ങളിൽ കാണുന്ന സെയിം ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവ് മോഡ് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതാണ്. സ്പോർട്ട്, നോർമൽ, ഇക്കോ 3 ഡ്രൈവ് മോഡുകളുണ്ട്. നോർമൽ ബ്ലൂ കളർ, സ്പോർട്ടിലേക്ക് പോകുമ്പോൾ റെഡ് ഫിനിഷ്, ഈക്കോയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടച്ചുള്ള കളറിലേക്ക് വരുന്നു. പിന്നെ നമുക്ക് ട്രാക്ഷൻ മോഡുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. സ്നോ, മഡ്, സാൻഡ് എന്ന് പറഞ്ഞിട്ട് 3 ട്രാക്ഷൻ മോഡുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അതും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നത് കാണാം. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആണ്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി മ്യൂസിക് സിസ്റ്റം ആണ്. നമുക്ക് എന്താ പറയുക, അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടൺ, വെഹിക്കിൾ പാർക്ക് ചെയ്ത് പാർക്ക് മോഡിലായതുകൊണ്ടാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അതിൻ്റെ വശങ്ങളിലായിട്ട് അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം. നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് ഒരു 10 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 12 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് അത്യാവശ്യം ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻട്രൽ സ്ക്രീനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തെങ്കിൽ AC-യുടെ ഓട്ടോ ബട്ടൺ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഡ്രൈവർ സൈഡിൽ ഞാൻ 20-ഉം കോ ഡ്രൈവർ സൈഡിൽ 21 ആണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫാൻ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ടച്ച് ഫീലിലാണ് ഫാൻ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു AC-യുടെ പൊസിഷൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ടച്ച് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഈ സ്പേസ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ വയർലെസ് പാർക്കിംഗ് മീൻസ് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു USB Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. ആ ചുറ്റുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആ ട്രാക്ഷൻ ഡ്രൈവ് മോഡുകൾ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓട്ടോ പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡിന്റെ ഫീച്ചറോട് കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ടോപ്പ് ആൻഡ് വേരിയന്റിൽ ഇവിടെ നമ്മുടെ 360 ക്യാമറ വ്യൂ ഓപ്ഷൻ ആണ്. ഇവിടെ അത് ഡെമ്മി സ്വിച്ച് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള പഴയ ഹ്യുണ്ടായി കാറിൽ കാണുന്ന സെയിം കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 കീ കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംബ്രസ്റ്റ് കാണാം. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. നല്ല വലിപ്പമുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ്, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ആണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു പനോറമിക് സൺറൂഫ് ആണ്. അങ്ങ് അറ്റം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള വലിപ്പമുള്ള സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് EX ഓപ്ഷണൽ വേരിയന്റിലാണ്. പക്ഷെ അതൊരു വാല്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ES ഓപ്ഷണൽ വേരിയന്റിൽ തന്നെയാണ്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ആൻഡ് ലൈറ്റ് ഫീച്ചറോട് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രെറ്റയിലൊന്നും ഒരിക്കലും ടോപ്പ് എൻഡ് എടുക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ ഫാൻസി ഫീച്ചേഴ്സാണ്. എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റ് ശരിക്കും ES ഓപ്ഷൻ വേരിയന്റ് ആണ്. പക്ക വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ തുറക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചറിന് എന്തായാലും അത്യാവശ്യം വേണ്ട സാധനമാണ്. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് കാണാം. നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 AC വെന്റ്സ് ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു Type-C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്ക് ഒരു സെന്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പോളോട് കൂടി. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. ബാക്കിലെ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരാം. 2 സ്റ്റെപ്പായിട്ട് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം.
ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആണ്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് LED ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ക്രെറ്റയിലും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ S ഓപ്ഷണൽ വേരിയന്റിൽ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. എൻ ലൈനിൽ കിട്ടുന്ന ടർബോ പെട്രോൾ ഇതിനകത്ത് അവൈലബിൾ അല്ല. അത് എൻ ലൈനിൽ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ പെട്രോളിലേക്ക് വന്നാൽ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 115 HP അടുത്താണ് പവർ. കമ്പനി പറയുന്ന മൈലേജ് 16-17 ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക്കിനൊരു 12-13 മൈലേജ് എക്സ്പെക്ട് ചെയ്തത്. മാനുവലിനും ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ആയിരിക്കും ലഭിക്കുക. പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മൈലേജ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡീസലിലേക്ക് പോവുകയാണെങ്കിൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസലാണ്. അത് 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രസമുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. ഓടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ വെന്യൂ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡീസലിലേക്ക് പോകണം. അതും ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ എടുക്കണം. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. മീൻസ് എല്ലാം ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് ഈ S ഓപ്ഷണൽ വേരിയന്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് എടുത്താൽ പ്രത്യേകിച്ച് ഒന്നും അഡീഷണലി ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ പറയുന്ന പ്രൈസ് 2026 പുതിയ പ്രൈസാണ്. ഇപ്പോൾ ബേസ് വേരിയന്റ് ഈ വേരിയന്റ്, ഈ പെട്രോൾ വേരിയന്റ് നിങ്ങൾക്ക് 12,90,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് ഡീസൽ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 14,81,000 രൂപ. ഈ ബേസ് വേരിയന്റിന്റെ പ്രൈസ് പറയാനുള്ള റീസൺ, ഒത്തിരി ആളുകൾ ക്രെറ്റയുടെ ബേസ് വേരിയന്റ് എടുത്ത് ആക്സസറീസ് ചെയ്യുന്നവരുണ്ട്. ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെയൊക്കെ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്ക് ആ വാഹനം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വേരിയന്റ് ആയിട്ട് വരുന്നത് EX ഓപ്ഷണൽ വേരിയന്റ് ആണ്. ശരിക്കും ഒരു ബേസ് വേരിയന്റ് എന്ന് തന്നെ പറയാം. അത്യാവശ്യം ഫീച്ചേഴ്സ് അഡീഷണൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് സൺറൂഫ് ആ വേരിയന്റിൽ അഡീഷണലി കൊടുത്തിട്ടുണ്ട് EX ഓപ്ഷനിൽ. പിന്നെ ഓട്ടോമാറ്റിക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം പനോറമിക് സൺറൂഫ് തന്നെയാണ് ആ വാഹനത്തിന് ലഭിക്കുന്നത്. അപ്പോൾ EX ഓപ്ഷണൽ പെട്രോൾ മാനുവലിന് 15 ലക്ഷം രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് EX ഓപ്ഷനിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക്, അത് IVT ഓട്ടോമാറ്റിക് ആണ്, 16,61,000 രൂപ. ഡീസൽ മാനുവൽ ആണെങ്കിൽ 16,83,000, ഡീസൽ ഓട്ടോമാറ്റിക് 18,73,000 രൂപ. പിന്നെ അടുത്ത വേരിയന്റ് വരുന്നത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന S ഓപ്ഷൻ വേരിയന്റ് ആണ്. ഈ വേരിയന്റ് നമുക്ക് പെട്രോൾ മാനുവലിന് 16,79,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 18,81,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവലിന് 18,98,000, ഡീസൽ ഓട്ടോമാറ്റിക്കിന് 20,72,000 രൂപയും. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം 1,80,000 രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. ഈ S ഓപ്ഷണൽ വേരിയന്റിൽ തന്നെ നമുക്ക് നൈറ്റ് എഡിഷൻ മാനുവൽ അവൈലബിൾ ആണ്. നൈറ്റ് എഡിഷൻ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ കിങ്ങിലേക്ക് പോകേണ്ടി വരും. അതായത് ടോപ്പ് എൻഡിന്റെ അടുത്ത് നിൽക്കുന്ന വേരിയന്റ് ആണത്. ഇപ്പോൾ നൈറ്റ് എഡിഷൻ മാനുവൽ ആണെങ്കിൽ പെട്രോളിന് 17 ലക്ഷം രൂപയും ഡീസലിന് 19,20,000 രൂപയും. ഇപ്പൊ നൈറ്റ് എഡിഷൻ ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എക്സ്റ്റീരിയറിൽ നൈറ്റ് എഡിഷന്റെ ലുക്കിലേക്ക് നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. 10-15,000 രൂപയുടെ അടുത്ത് കണ്ടാണ് കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ ഇന്റീരിയർ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അതേ ആ ഒരു നൈറ്റ് എഡിഷനിൽ തന്നെയാണ് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ക്രെറ്റയിൽ ഇപ്പോൾ നിങ്ങൾ EX ഓപ്ഷനിൽ എടുത്തിട്ട് ആക്സസറീസ് ചെയ്യാൻ നോക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് S ഓപ്ഷൻ. കാര്യം 18,73,000 EX ഓപ്ഷനിൽ, 20,72, അതായത് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഡിഫറൻസ് നിങ്ങൾക്ക് മോർ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ S ഓപ്ഷണൽ വേരിയന്റ് വാങ്ങാനായിട്ട് പറ്റും. EXൽ മാനുവൽ AC ഒക്കെയാണ് വരുന്നത്. S ഓപ്ഷനിലേക്ക് ഡ്യുവൽ സൗണ്ട് കൺട്രോളിംഗ് AC കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പുതിയ സെൽറ്റോസ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെൽറ്റോസിന്റെ ഒരു സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ തേർഡ് വേരിയന്റ് ഒക്കെ ആയിരിക്കും ഇതിനോട് കോമ്പീറ്റ് ചെയ്യുക. പക്ഷേ സെൽറ്റോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രൈസ് സെയിൽസിലെ കാര്യങ്ങളൊന്നും കുറവ് വന്നിട്ടില്ല. അതുപോലെ തന്നെ 2025 മാനുഫാക്ചർ ചെയ്ത കുറച്ച് ക്രെറ്റ വാഹനങ്ങൾ അവൈലബിൾ ആണ്. അതിന് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രൈസിനേക്കാൾ അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കും. അതിന് ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.